എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജമൂഢമതേ സംഭ്രാതേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ ഡൊങ്കരണേ. ഭജഗോവിന്ദത്തിലെ 10ാമത്തെ ശ്ലോകം. വയസ്സിഗദേക കാമവികാരക ശുഷ്കേ നീരേകാസാരക ക്ഷീണേ വിത്തേക പരിവാരക ജ്ഞാതേ തത്തേക സംസാരക. വയസ്സിഗദേക കാമവികാരക ശുഷ്കേ നീരേകാസാരക ക്ഷീണേ വിത്തേക പരിവാരക ജ്ഞാതേ തത്തേക സംസാരക. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. വയസ്സിഗതേ വയസ്സായാൽ കാരവികാര കാമചേഷ്ടകളുണ്ടോ? ശുഷ്കേ നീരെ വെള്ളം വറ്റിയാൽ കാസാര തടാകമുണ്ടോ? ക്ഷീണേ വിത്തേ സമ്പത്ത് ക്ഷയിച്ചാൽ പരിവാരഹ പരിവാരങ്ങളുണ്ടോ? ജ്ഞാതത്വേ തത്വമറിഞ്ഞാൽ സംസാരഹ സംസാരമുണ്ടോ? കാരണം ഇല്ലാതായാൽ കാര്യത്തിന് നിലനിൽക്കാൻ വയ്യ എന്ന വസ്തുതയെ 4 പ്രബലങ്ങളായ ഉദാഹരണങ്ങളിലൂടെ ശ്രീശങ്കരൻ ഇവിടെ വ്യക്തമാക്കുന്നു. യൗവനകാലം പോയി വാർദ്ധക്യം വന്നാൽ കാമചേഷ്ടകൾക്ക് സ്ഥാനമെവിടെ? ദേഹത്തിന് നല്ല ആരോഗ്യവും പേശികൾക്ക് നല്ല ബലവും ത്വക്കിന് തിളക്കവും ചോരത്തിളപ്പുമുള്ള യൗവനമാണ് സംഭ്രാന്തവും അന്ധവുമായ കാമത്തിൻ്റെ കാലം. കാമവികാരത്തിൻ്റെ ഉറവിടം അഥവാ കാരണം തന്നെ യൗവനമെന്നർത്ഥം. കാരണമായ യൗവനം കഴിഞ്ഞാൽ അതിൻ്റെ കാര്യമായ കാമവികാരത്തിന് നിലനിൽക്കാൻ വയ്യല്ലോ. വെള്ളം വറ്റിയാൽ തടാകമില്ല. വറ്റിവരണ്ട കുളമോ പൊയ്കയോ അതത് പേരിനർഹമാകുന്നതും ആ നിലയ്ക്ക് പ്രയോജനപ്പെടുന്നതും വെള്ളമുള്ളപ്പോൾ മാത്രം. കാമനകളാകുന്ന ജലത്താൽ പൂരിതമാണ് മനസ്സെങ്കിൽ അവയുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഇരിക്കപ്പൊറുതിയില്ലാതെ യുവജനങ്ങൾ കാമപൂർത്തിക്കു വേണ്ടി ഉഴറിക്കൊണ്ടിരിക്കും. ആഗ്രഹങ്ങൾ വറ്റിയാൽ അത്തരം പ്രവൃത്തികളും നിൽക്കാതെ വയ്യ. സമ്പത്ത് കയ്യിലുള്ളപ്പോൾ അയാളെ ചുറ്റിപ്പറ്റി കൂടാൻ ധാരാളം ആളുകളുണ്ടാവും. അത് ക്ഷയിച്ചു എന്ന് കണ്ടാലോ ബന്ധുക്കളും ആശ്രിതരും സഹായികളും എന്നുവേണ്ട സകല പരിവാരങ്ങളും അയാളെ കൈയൊഴിക്കും. അയാളിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടെന്ന് കണ്ടാലേ ആളുകൾ പിന്നാലെ കൂടുകയുള്ളൂ. സമ്പാദനശേഷി ഇല്ലാതായാൽ പരിവാരങ്ങൾ അകന്നുപോയി കളയും. സമ്പത്താണെങ്കിലോ ആർക്കും സ്ഥിരമല്ലതാനും. അസ്ഥിരമായ ലക്ഷ്മി എപ്പോൾ തനിക്ക് അനുകൂലമായി വർത്തിക്കുമെന്നോ എപ്പോൾ തന്നെ കൈയൊഴിയുമെന്നോ ആർക്കും തീർച്ച പറയാൻ വയ്യ. കുചേലനെ കുബേരനാക്കുന്നതും കുബേരനെ കുചേലനാക്കുന്നതും ചപലയും ചഞ്ചലയുമായ ലക്ഷ്മിക്ക് വെറുമൊരു തമാശ മാത്രം. കാരണം ഇല്ലാതായാൽ കാര്യവും ഇല്ലാതാവും. കാരണഭാവേ കാര്യഭാവേ എന്ന് ഈ 3 ഉദാഹരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഈ വസ്തുതയെ ആധ്യാത്മിക നിലവാരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ശ്രീശങ്കരൻ ചോദിക്കുന്നു: തത്വം അറിഞ്ഞാൽ, പരമാത്മതത്വത്തെ സാക്ഷാത്കരിച്ചാൽ സംസാരമെവിടെ? സ്തംഭമാണെന്ന സത്യം അറിയായിക കൊണ്ടാണല്ലോ അതൊരു ബോധമാണെന്ന മിഥ്യാധാരണയും തജ്ജന്യമായ ശങ്കകളും നിലനിൽക്കുന്നത്. യാഥാർത്ഥ്യം അറിയാത്തപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു. പ്രസ്തുത ഭ്രാന്തി ദുഃഖപരമ്പരയ്ക്ക് ഹേതുവായി ഭവിക്കുകയും ചെയ്യുന്നു. ഉള്ളിലെ വാസന ധൂമപടലം പോലെ വർത്തിച്ച് അനന്തമഹിമാവാർന്ന ആത്മാവിനെ മറയ്ക്കുകയാൽ സ്വതേയുള്ള പരിപൂർണത അറിയാനും അനുഭവിക്കാനും മനുഷ്യന് സാധിക്കുന്നില്ല.
മാത്രവുമല്ല അപൂർണനാണ് താൻ എന്നൊരു തോന്നൽ തന്മൂലമുണ്ടായി തീരുകയും ചെയ്യും. പരിപൂർണത നേടാമെന്ന പ്രതീക്ഷയോടെ വിഷയങ്ങൾ സമ്പാദിക്കാനും കൈയടക്കാനും ആഗ്രഹങ്ങളും ആസൂത്രണങ്ങളും പ്രവർത്തനങ്ങളുമായി ബാഹ്യലോകത്തിൽ പരക്കം പായുകയും ചെയ്യുന്നു. മുൻ ശ്ലോകത്തിൽ വിവരിച്ച സാധനാക്രമം വഴിവാസനകൾ നീങ്ങിയാൽ, അതാത് ആത്മസ്വരൂപത്തെക്കുറിച്ച് അജ്ഞാനം നീങ്ങിയാൽ, മിഥ്യാധാരണകളും വ്യാമോഹങ്ങളുമെല്ലാം തനിയെ നീങ്ങും. സത്യമല്ലാത്ത മനസ്സിൻ്റെ വ്യാമോഹ സങ്കല്പങ്ങളിൽ നിന്ന് ഉടലെടുത്ത മിഥ്യാജീവനാണ് നശ്വര വിഷയങ്ങളുടെ ഇടയിൽ കിടന്ന് നരയിക്കുന്ന സംസാരി. സംസാരത്തിന് കാരണം വാസനയാണ്. വാസന ക്ഷയിച്ചാൽ, അതായത് കാരണമില്ലാതായാൽ കാര്യമായ സംസാരം നിലനിൽക്കില്ല. ആത്മജ്ഞാനോദയത്തിൽ വാസനാ തമസ് നീങ്ങുമ്പോൾ സംസാര അന്ധകാരവും സ്വപ്നതുല്യവുമായ നശ്വര വിഷയങ്ങളും ദുരിത ജീവിതവുമെല്ലാം അപ്രത്യക്ഷമാവുന്നു. മനുഷ്യൻ്റെ പരിച്ഛിന്നാവസ്ഥയ്ക്കും, അതായത് അപൂർണനും അല്പനുമായ താനെന്ന ധാരണയ്ക്കും തജ്ജന്യമായ ജീവഭാവനയ്ക്കും ജീവൻ്റെ അർത്ഥശൂന്യമായ സംസാരഭ്രമണത്തിനുമെല്ലാം കാരണമത്രേ വാസന. വാസന മാറിയാൽ ജീവിതഭാവന നീങ്ങും. ജീവൻ തന്നെ ഇല്ലെങ്കിൽ അതുവരെ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തിരുന്ന വിഷയവികാര വിചാര രൂപമായ ജഗത്തിന് അഥവാ സംസാരത്തിന് സ്ഥാനമെവിടെ? മിഥ്യയായ സംസാരത്തിൻ്റെ തിരോധാനത്തിൽ സത്യമായ പരമാത്മതത്വം സ്വമഹിമയിൽ സർവോത്കർഷേണ വിരാജിക്കുന്നു. അനന്താനന്ദാനുഭൂതിയിൽ സാധകൻ്റെ വ്യക്തിത്വം നിശേഷം വിലയിക്കുകയും ചെയ്യുന്നു. ഇതത്രേ ജീവപരയോരൈക്യം അഥവാ ആത്മബ്രഹ്മൈക്യാനുഭൂതി. ബ്രഹ്മത്തെ അറിയുന്നവൻ സാക്ഷാത്കരിക്കുന്നവൻ ബ്രഹ്മമായി ഭവിക്കുന്നു. ബ്രഹ്മവേദ് ബ്രഹ്മൈവ ഭവതി. ഈ പരമപദപ്രാപ്തിക്ക് മുൻ ശ്ലോകത്തിൽ വിവരിച്ച ഉപായങ്ങളല്ലാതെ വേറെ വഴിയില്ലതാനും. നാന്യബന്ധ വിദ്യതേ അയനായ ഏതാശ്വതരോപനിഷത്തിലെ ഒരു വാക്യമാണ്. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.